ഹലോ, നമസ്കാരം. ചക്ക വറുത്ത് തിന്നാ കേട്ടോ. വിശന്നിട്ട് വയ്യ. എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ചക്ക വറുത്ത് തിന്നുകയും വേണം, വീഡിയോ എടുക്കുകയും വേണം. എന്താ ചെയ്യുക? ചിരി വരിക പുറത്തിട്ട്. എന്നോട് പറയാ, നിന്നെക്കൊണ്ട് എന്തിനും കൊള്ളാമെന്ന് എന്നോട് ചോദിക്കുക. അങ്ങനെ പറയാൻ പാടുണ്ടോ അല്ലേ? അത് കൊള്ളില്ലാത്തൊരു ശീലം. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? എനിക്ക് കടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് വാങ്ങിച്ച ഭയങ്കര കടുമുടൂന്നിരിക്കുക. എനിക്ക് തോന്നുന്നു ഇവർ വാട്ടി ഉണക്കിയിട്ട് എങ്ങാണ്ട് വറുത്തതാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കി കേട്ടോ, വറുത്ത് വെച്ച് നോക്കി. പക്ഷേ അതിങ്ങനെ എന്താ പറയുക, അത് വെള്ളം കയറിയ പോലെ എന്തോ അങ്ങനെ സോഫ്റ്റായിട്ടിരിക്കണം. കടുമുടൂന്ന് വന്നില്ല, ക്രിസ്പായിട്ട് വന്നില്ല. അതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ പനി ഇത് തിന്നുകൊണ്ട് ഞാൻ പറയലുണ്ട്, അവരത് മാറ്റി വെക്കട്ടെ. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്ന് പറയാം. കാരണം വീഡിയോ എടുക്കണം. അതിനിടയ്ക്ക് എൻ്റെ കൈ കണ്ടോ? എൻ്റെ കയ്യിൽ ഞാൻ കടുമാങ്ങയില്ലേ, മാങ്ങ നല്ല ചെനച്ച മാങ്ങയല്ല, സോറി, ചെനയുള്ള മാങ്ങയായിരുന്നു. അത് കൈ കൊണ്ടിങ്ങനെ കടുമാങ്ങ ഇടാൻ വേണ്ടിയിട്ടപ്പോഴേ കൈ മൊത്തം പൊള്ളി തവിട് പൊടിയായിപ്പോയി. പിന്നെ ഞാൻ വീഡിയോയിലേക്ക് വന്നില്ല അല്ലേ. പിന്നെ ഞാൻ വേറെ എന്തൊക്കെയോ പറഞ്ഞു പോവാണ്. അതാണ് എൻ്റെ ഒരു കാര്യം പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു പോണത്. എന്തെങ്കിലുമൊക്കെ പറയാൻ വരാമെന്ന് വിചാരിക്കും, അപ്പോഴത്തേക്കും എന്തെങ്കിലും കണ്ണിൽപ്പെടും. അപ്പോൾ അതിനെപ്പറ്റി പറയും. എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂലാന്ന്. അങ്ങനെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. എന്നെക്കൊണ്ട് കൊള്ളും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത്രയൊക്കെ പറയണില്ലേ ഞാൻ. ആരൊക്കെ എത്ര പേര് പറയുന്നുണ്ട്. ചിലവരൊക്കെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. എനിക്കൊന്നും പറയാൻ വയ്യ, എനിക്ക് നാണാവും, എനിക്ക് പറയാൻ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ, ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുമോ, കളിയാക്കുമോ, ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന് നമ്മൾ അവിടെയല്ലേ ഇരിക്കുള്ളൂ. അങ്ങനെ ഇറങ്ങുക. നമ്മളുടെ ഫീൽഡ് ഇതാണോ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക. എന്താ പറയുക, കളിയാക്കണവർ കളിയാക്കും, കുറ്റം പറയണവർ കുറ്റം പറയും. അതൊക്കെ ഒരു വശത്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾക്ക് എന്താണോ പറയാനുള്ളത്, നമ്മുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം, നമ്മളത് നേടിയെടുക്കാൻ നോക്കുക. ഒറ്റ ജന്മല്ലേ ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറയണത്? ഇങ്ങനെ പേടിച്ച് ഇവരെയും പേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. ഈ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും എന്നെ ഒന്നിനും കൊള്ളില്ലല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ, ഇങ്ങനെ ചിന്തകൾ വന്നാണ്ടല്ലോ, പിന്നെ നമുക്ക് അത് തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അവരത് ചെയ്യണുണ്ട്, അവരത് പാടുന്നുണ്ട്, ആ കുട്ടി നന്നായിട്ട് പാടണം, ആ കുട്ടി ഡാൻസ് കളിക്കണം, അല്ലെങ്കിൽ അവർ അഭിനയിക്കണം, അല്ലെങ്കിൽ അവർക്ക് നല്ല എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ തയ്യലോ, അങ്ങനെ നമ്മളുടെ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ, നല്ലതായിട്ട് തെക്കുണ്ട്. അവരൊക്കെ അന്ന് തയ്ച്ച് പഠിച്ചത് കാരണം ഇന്ന് അവർക്ക് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അവർ നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് ഇപ്പോൾ നല്ല ജോലി കിട്ടി. ഇങ്ങനെ പലതും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിലല്ലേ. നമ്മളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാലം. പിന്നെ എല്ലാത്തിനും ഒരു പരിധിക്ക് പുറത്ത് നമ്മളൊന്നും വിടാത്തൊരു കാലമായിരുന്നു നമ്മളുടെയൊക്കെ ചെറുപ്പം. പക്ഷെ ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മക്കളെ എന്താ ചെയ്യണേ? നിങ്ങൾ പോയി രക്ഷപ്പെടുക എന്നാണ് പറയണത് അല്ലേ. കാരണം നമുക്ക് പറ്റിയത് നമ്മുടെ മക്കൾക്ക് വരാൻ പാടില്ല. അതിനു വേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു കാലഘട്ടം വേറെ, ഇതൊരു കാലഘട്ടം വേറെ, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ താൻ പാതി ദൈവം പാതി. രക്ഷപ്പെടുന്നവൻ എവിടെയായാലും രക്ഷപ്പെടും. അതിപ്പോൾ കുടിലായാലും കൊട്ടാരത്തിലായാലും ദൈവാനുഗ്രഹം എന്നുള്ളതുണ്ടോ, നമുക്ക് എവിടെയായാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ എന്താ പറയുക, നമ്മൾ ഇങ്ങനെ അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മൾ വരുത്താതിരിക്കാൻ നോക്കണം. അങ്ങനെ ചിന്തകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ആ ചിന്തയിൽ നിന്ന് മാറാനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുക. ഇപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ വീട്ടിലാണ്, വേറെ ജോലിക്കൊന്നും പോകാത്തവരാണോ, വീട് നമുക്ക് എന്നും ക്ലീൻ ചെയ്യൽ നമുക്ക് ഇഷ്ടമല്ല. പക്ഷേ നല്ല ഗാർഡനിങ് ചെയ്യണവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ തയ്യൽ, നമുക്ക് ഇത്ര പ്രായമായി നേരം തയ്ക്കാതിരിക്കുകയൊന്നും വേണ്ട, നമുക്ക് പഠിക്കാം. ഞാൻ പോയത് ഒരു 2-3 വർഷം മുമ്പ് ഞാൻ തയ്യൽ പഠിക്കാൻ പോയത്. അന്ന് ഞാൻ ആ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡിൻ്റെ അടുത്തായിരുന്നു അവിടെ ആ തയ്യൽ ക്ലാസ്. അന്ന് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ എന്നെ അറിയാവുന്നവരാണ്, അവരെല്ലാവരും എന്നെ അറിയാവുന്നവരാണ്. ഇനി ചേച്ചി ഈ പ്രായത്തിൽ പഠിച്ചിട്ട് എന്ത് നേടാനാന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് നേടി മറ്റുള്ളവരെ കൊടുക്കാൻ വേണ്ടി എനിക്ക് സ്വയം ചെയ്യാലോ. എനിക്കിപ്പോൾ തെക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തെക്കാലോ, ഞാൻ എന്തിനു പുറമേ കൊടുക്കണം? ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചു അവരോട്. എൻ്റെ ഈ പ്രായമായതുകൊണ്ട് എന്നോട് പറഞ്ഞവരുണ്ട്, ഞാൻ നുണ പറഞ്ഞൊന്നും അല്ല അത്.
അങ്ങനെ നമ്മൾ ഒത്തിരി പേര് താഴ്ത്തിക്കെട്ടാനൊക്കെ ശ്രമിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ഉണർന്ന് എണീറ്റ് വരിക, അതൊരു ഒന്നൊന്നര വരവായിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം എന്താ പറ്റണേ, എന്തെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ഒത്തിരി കടമുണ്ട്, ആ കടം എനിക്ക് വീട്ടാൻ പറ്റണില്ലല്ലോ, എന്നാൽ പോട്ടെ ഒരു കയറെടുക്കാം തൂങ്ങുക. ഇതാണ് ഇപ്പം നടക്കുന്ന സംഭവം അല്ലേ. ഒരു കടം കയറിക്കഴിഞ്ഞാൽ അപ്പം കൊല്ലുക, അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യുക. ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ പുറകെ പോയി, ആ പെണ്ണ് എന്നെ പ്രേമിച്ചു, അല്ല ആ പെണ്ണിനെ ഞാൻ പ്രേമിച്ചു, പക്ഷെ അവൾ തിരിച്ച് ഇങ്ങോട്ട് പ്രേമിക്കണില്ല, എന്നാൽ അവളെ കൊന്നേക്കാം. ഒന്നുകിൽ പെട്രോൾ ഒഴിക്കുക, അല്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുക, എന്നിട്ട് സ്വയം ഒന്ന് നോക്കുക. ചിലപ്പോൾ പകുതി താൻ പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ പെണ്ണ് ചാവും, ചെറുക്കൻ ചാവുകയില്ല. ഇങ്ങനെയൊക്കെയല്ലേ വരണത്. ഇതൊക്കെ സ്വയം ഒരു മനസ്സിൻ്റെ ഓരോ തോന്നലുകളായിരിക്കാം കേട്ടോ. ചിലവരുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ടതാണ്, അമ്മയുടെ കാമുകൻ 10ഉം 12ഉം വയസ്സുള്ള 2 പെൺകൊച്ചുങ്ങളെ, ഈ അമ്മയുടെ കുട്ടികളെ 2 വർഷമായി അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ആ അമ്മ എവിടെയായിരുന്നു ഇത്രയും കാലം? ഇതൊന്നും കണ്ടിട്ട് അമ്മ കാണാത്ത പോലെ നടക്കുകയായിരുന്നു എന്നാണ് പറയണത്. എന്ത് പറയാനില്ല, ഇങ്ങനെയുള്ളവരൊന്നും പറയാനില്ല. കാരണം നമ്മൾ നമ്മുടെ അങ്ങനെയുള്ളവരെ പറ്റി പറഞ്ഞാൽ നമ്മളും ഒരു ആ ചിന്തകൾ, ആ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. സത്യം പറഞ്ഞാൽ അതൊക്കെ നിയമങ്ങളിലേക്ക് അവരുടെ രീതിയിൽ പൊക്കോട്ടെ അല്ലേ, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഇതിനൊന്നും പറ്റി ചിന്തിച്ച് നമ്മുടെ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല, അവരും ഒരു പക്ഷേ അവനെ പേടിച്ചിട്ടായിരിക്കാം. ഇവിടെ കുട്ടികളെ കറണ്ട് പോയി, കുട്ടികളെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എതിർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൻ അമ്മയെ കൊന്നാലോ എന്നുള്ള പേടിയായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആരുണ്ട്? പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? ഇതാരോടും പറയാതെ പൂഴ്ത്തി വെച്ച് സ്വന്തം സുഖം മക്കൾക്ക് വേണ്ട പറയണില്ല. അതൊക്കെ വളരെ മോശമായി പോകും. പോട്ടെ, നമ്മൾ ശ്രമിക്കുക, പരിശ്രമിക്കുക, വിജയത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക, അതേ ഉള്ളൂ. കാരണം നമുക്ക് ആരും നമ്മൾ കയ്യിൽ നിന്നാൽ പിടിച്ചോന്നും പറഞ്ഞു കൊണ്ട് തരില്ല ഒരു കാര്യം. നമ്മൾ ശ്രമിച്ച് അതിൻ്റെ പുറകെ പോയാലാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ആഗ്രഹം, ആ ആഗ്രഹം നേടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാതെ വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ ടി വി നോക്കി മൊബൈൽ നോക്കി ഇരുന്ന് കുറേ സമയം കളഞ്ഞാൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. ഈ ജീവിതം നമുക്ക് ദൈവം തന്ന ജീവിതമല്ലേ, അത് നമ്മൾ സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. നേടാവുന്നത് എന്തൊക്കെ ഉണ്ടോ പരിശ്രമിച്ച് കഠിന പരിശ്രമത്തിലൂടെ തന്നെ നേടാൻ ശ്രമിക്കുക. ഒരു പക്ഷേ നമ്മളുടെ ഈ വളർച്ചയിൽ ചിലവർക്കൊരു ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോഴാണ് ഈ തട്ടലും മുട്ടലും ചീറ്റലൊക്കെ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വിജയത്തിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് നിർത്താൻ വേണ്ടി കുറേ പേര് ശ്രമിക്കും, അത് തടസ്സപ്പെടുത്തും. പക്ഷെ അതിലൊന്നും വീഴാതെ അങ്ങനെയുള്ളവരെ ഒന്ന് പതുക്കെ മാറ്റി നിർത്തുക. അവരറിഞ്ഞോ അറിയാതെയോ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിജയത്തിലെത്താൻ പറ്റും. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കാര്യം പറയുമ്പോൾ തോന്നുമോ ഇതെന്തെന്നാ ഈ ചേച്ചി ഇതൊക്കെ പറയണേന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ടി വി ന്യൂസ് കണ്ടപ്പോൾ പറഞ്ഞതാട്ടോ ഇത്. ഞാനും ആലോചിക്കുക, ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും പറയണ കേട്ടിട്ട് ഓരോ സംഭവങ്ങൾ കേട്ടിട്ട് പറഞ്ഞു പോയതാണ്. ഇപ്പം നമ്മൾ പറയാറില്ലേ, പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അന്ന് നമ്മുടെ അച്ഛനമ്മമാർക്ക് സാധിച്ചില്ല എന്ന് കരുതി നമ്മൾ തളർന്നിരിക്കുകയാണോ ചെയ്യണത്? നമ്മളപ്പോൾ അത് നമ്മുടെ ഒരു പ്രായം എത്തുമ്പോൾ നമ്മളത് വേറൊരു രീതിയിലേക്ക് നമ്മൾ എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കാൻ നോക്കും. അത് പഠിച്ച് ജോലി തന്നെ കിട്ടണമെന്നില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ ഫീൽഡ് പറഞ്ഞിട്ടുണ്ടാവും, തലയിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ എഴുതി വിട്ടിട്ടുണ്ടാവും, നീ ഇന്നതാവുക എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് നമ്മൾ അങ്ങടെ എത്തും. അല്ലാതെ നമ്മൾ എന്താ പറയുക, നമ്മുടെ തലയിൽ എഴുതിയേക്കുന്ന ഒരു ഇത്, നമ്മൾ പ്രവർത്തിക്കുന്ന വേറൊരു ഇത്. പക്ഷെ നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ തിരിച്ച് അവിടെ തന്നെ നമ്മൾ ദൈവം എത്തിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് കേട്ടോ. പണമുള്ള ബന്ധുക്കളുടെ മുമ്പിൽ 10 അടി നീങ്ങി നിന്നിട്ടേ ഉള്ളൂ. കാരണം ഞാൻ പൈസ ഇല്ലാത്തവളാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം അതിനൊത്തിരി ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളവളാണ്. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കുറേ പ്രയത്നിച്ചല്ലേ പറ്റുള്ളൂ. കാരണം നമ്മുടെ മനസ്സിൽ ആ ഒരു അന്ന് നമ്മൾ ഒരു നെരിപ്പോട് പോലെ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഉള്ളവർക്കാണ്, അത് മറന്നു പോകാതെ ആ നെരിപ്പോട് മനസ്സിലുള്ളവർക്കാണ് മുന്നേറാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അതൊക്കെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയും വാലാട്ടി പോകണതിൽ അർത്ഥമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ 10 അടി നീക്കി നിർത്തിയിട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും അവരുടെ മുമ്പിൽ നമ്മൾ 10 അടി മുമ്പിൽ നീങ്ങി നിൽക്കാൻ നോക്കുക. അതാണ് നമ്മുടെ വിജയം. ഇപ്പം നമ്മൾ ഓരോ വീഡിയോ ഒക്കെ കാണാറില്ലേ, ഓരോരുത്തരും വിജയത്തിലെത്തിയ കഥ പറയണു അവരുടെ അല്ലേ. കാര്യം അവർക്ക് ചെറുപ്പത്തിൽ ഞാൻ ഒന്നും അല്ലായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു, പഠിക്കാനുള്ള
ഇതില്ല, സാമ്പത്തികവും ഇല്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അന്നത്തെ ഒരു മൂഡ് അങ്ങനെയായിരുന്നു. പക്ഷേ അവർ ഏകദേശം ഒരു പ്രായമൊക്കെ എത്തിയപ്പോൾ അവർക്കൊരു കുടുംബജീവിതമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നപ്പോൾ അവർക്ക് അതേപ്പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അപ്പോൾ അവരത് വേറൊരു രീതിയിൽ ഏതെങ്കിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ അവരുടേതായ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോ ജോലി ചെയ്ത് അവർ നല്ലൊരു ബിസിനസ് രംഗത്തേക്കോ അല്ലെങ്കിൽ നല്ലൊരു ഇതിലേക്ക് എത്തണവരുണ്ട്. എത്രയോ പേര് നമ്മൾ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർ അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും നേടിയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണോ? അവരത് ശ്രമിച്ച് മുന്നോട്ടേക്ക് പോയത് കൊണ്ടല്ലേ അവർക്ക് വിജയത്തിലെത്താൻ പറ്റിയത്. ഇതൊക്കെ നമ്മളൊരു പാഠമായിട്ട് എടുക്കണമെന്നേ. നമുക്ക് ഒന്നും നേടാൻ പറ്റിയില്ല എന്നും പറഞ്ഞിങ്ങനെ വിഷമിച്ചിരിക്കണവർക്ക് വേണ്ടി പറയണം കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുക, ഓരോരുത്തരും ജീവിത വിജയത്തിൽ എങ്ങനെ എത്തി. ഞാൻ അങ്ങനെ എത്തുന്നത് കുറച്ചൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമയദോഷം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലവർക്കത് ക്ലിക്കായി വരും, ചിലവർക്ക് കുറച്ചൊരു ഇതിലേക്ക് വരുമായിരിക്കും. അതൊന്നും സാരമില്ലെന്നേ. അതൊക്കെ നമ്മൾ എന്താ പറയുക, ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അത് നമ്മുടെ കയ്യിലാണ്. ആ ചുക്കാൻ നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുപോലെയാണ് സത്യം പറഞ്ഞപ്പോൾ. എന്താ ഞാൻ ഇത് പറയാൻ കാരണം എന്നറിയാം. അപ്പോൾ ഞാൻ ആ ചക്ക വറുത്ത് നിന്നുകൊണ്ടിരുന്ന വീഡിയോ എടുക്കുമ്പോൾ എനിക്കിത് കടിച്ച് തിന്നേ വേണം, നിങ്ങളോട് പറയാൻ വേണം. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, പിന്നെ നിന്നെക്കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അങ്ങ് പിടിച്ച് ഇട്ടത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ. ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതിനൊരു ഇതാവട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നിങ്ങൾ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട. അങ്ങ് എണീക്കുക. എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഐഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അത് വെച്ച് ഉയർത്തെണീറ്റ് പരിശ്രമിച്ച് അധ്വാനിച്ച് മുമ്പോട്ട് പോവുക. എല്ലാത്തിനും ഞാൻ പറയാം, നമ്മളെ പുഷ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ എണീക്കുക, നമ്മൾ തന്നെ കൈകുത്തി എണീറ്റ് പതുക്കെ നടന്നു തുടങ്ങുക. പറ്റുമെങ്കിൽ ഓടാനും തുടങ്ങുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും